നമസ്കാരം. ആയുർപത്മയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഡോക്ടർ ശീതൾ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കോമൺ ആയിട്ട് ഒരുപാട് പേര് നേരിടുന്ന ഒരു ഇഷ്യൂ ആണ് ഡാൻഡ്രഫ്. ഡാൻഡ്രഫിനെ കുറിച്ചാണ് കേട്ടോ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. മെയിനായിട്ടും നമ്മുടെ ഈ ഒരു വീഡിയോസൊക്കെ കണ്ട് നമുക്ക് വാട്സപ്പിൽ പല അസുഖങ്ങളെക്കുറിച്ച് എൻക്വയറീസ് വരാറുണ്ട്. അപ്പോൾ അതിൽ കോമൺ ആയിട്ട് വരുന്നൊരു കാര്യമാണ് ഈ ഡാൻഡ്രഫ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡാൻഡ്രഫുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഡാൻഡ്രഫിന് സാധാരണ നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുക? ഡാൻഡ്രഫ് എന്ന് പറയുമ്പോൾ നമ്മുടെ സ്കാൽപ്പിലുള്ള ഡെഡ് ആയിട്ടുള്ള സെല്ലുകളിൽ ഷെഡ് ചെയ്ത് പോകുന്നതാണ് അല്ലെങ്കിൽ കൊഴിഞ്ഞു പോകുന്നതാണെന്ന് പറയാറുണ്ട്. ചില ആളുകൾക്ക് അത് വളരെ നനുത്ത പൊടി പോലത്തെ താരനായിരിക്കും. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് ഫ്ലേക്സ് പോലെയായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അത് നമ്മുടെ സ്കാൽപ്പ് ഏരിയയിൽ നമുക്ക് കാണാൻ പറ്റും. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ഡ്രസ്സുകളിൽ ഇതുപോലെ പൊടിയായിട്ട് താരൻ വീണ് കിടക്കുന്നത് കാണാൻ പറ്റും. ഈ ഒരു ഡാൻഡ്രഫ് നമ്മുടെ സ്കാൽപ്പിൽ വന്നു കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. മെയിനായിട്ടും ഫ്ലേക്കിങ്സ് ഉണ്ടാവുക എന്നുള്ളതാണ്. ഡാൻഡ്രഫ് ഉള്ള ആളുകൾക്ക് എക്സസീവായിട്ട് ഫ്ലേക്കിങ്സ് കാണാറുണ്ട്. നമ്മുടെ തലയോട്ടിയിൽ നിന്നും ഡെഡ് സെൽസ് ഇങ്ങനെ എന്താ പറയുക പൊറ്റയായിട്ടോ പൊടിയായിട്ടോ ഒക്കെ പൊടിഞ്ഞു പോരുന്നത് കാണാൻ പറ്റും. ഇതെപ്പോഴും ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു അൺകംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. രണ്ടാമത് ഡാൻഡ്രഫ് ഉള്ളവർ നേരിടുന്ന വലിയൊരു പ്രശ്നമാണ് ഇച്ചിങ്. എപ്പോഴും സ്കാൽപ്പ് ഏരിയയിൽ ചൊറിച്ചിൽ വരിക എന്നുള്ളത് ഈ ഡാൻഡ്രഫിൻ്റെ ഒരു കോമൺ സിംറ്റം തന്നെയാണ്. ഇതുകൊണ്ട് തന്നെ ധാരാളം സ്ക്രാച്ചസ് ഉണ്ടാവുക, ഇറിറ്റേഷൻസ് ഉണ്ടാവുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ സാധാരണയായിട്ട് ഫീൽ ചെയ്യാറുള്ളതാണ് കേട്ടോ ഡാൻഡ്രഫ് ഉള്ള ആളുകൾക്ക്. അതുപോലെ തന്നെ അടുത്തൊരു കാര്യമാണ് റെഡ്നെസ്. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്കാൽപ്പ് ഏരിയ വളരെയധികം സെൻസിറ്റീവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡാൻഡ്രഫ് വരുന്നതിനോടനുബന്ധിച്ച് അവരുടെ സ്കാൽപ്പ് ഏരിയയിൽ നെക്കിലൊക്കെ വളരെയധികം ഇൻഫ്ലമേഷൻസും റെഡ്നെസ്സും കാണാൻ സാധ്യതയുണ്ട്. ഇനി ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം വരുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഡാൻഡ്രഫ് വന്നു കഴിഞ്ഞാൽ ഹെയർ വളരെയധികം വീക്ക് ആവുക എന്നുള്ളതാണ്. ഡാൻഡ്രഫിനെ പ്രത്യേകിച്ചും നമ്മൾ ചികിത്സിക്കാതെ വിടുകയാണെങ്കിൽ ഹെയർ റൂട്ട്സ് നല്ലോണം വീക്കൻ ആവും. അതുമാത്രമല്ല അത് ഹെയർ ഫോളിന് കാരണമാവുകയും ചെയ്യും. അതുകൊണ്ട് ഡാൻഡ്രഫ് വന്നു കഴിഞ്ഞാൽ തന്നെ പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് എടുക്കുക എന്നുള്ളത് വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് തിങ് തന്നെയാണ്. രണ്ടാമത്തത് ഹെയറിൻ്റെ സ്ട്രെങ്ത് ആണ്. ഡാൻഡ്രഫ് വന്ന ആളുകൾ ഈ ഡാൻഡ്രഫിനെ ചികിത്സിക്കാതെയൊക്കെ വിടുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഹെയർ റൂട്ട് എപ്പോഴും ബലഹീനമായി കാണാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ മുടി പെട്ടെന്ന് പൊട്ടിപ്പോവുക, മുടി പെട്ടെന്ന് കൊഴിഞ്ഞു പോവുക തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങൾ നേരിടും. അതേസമയത്ത് തന്നെ നമ്മൾ ഡാൻഡ്രഫിനെ ട്രീറ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നല്ല ബലമുള്ള മുടിയിഴകൾ ലഭിക്കും. ഇനി നമുക്ക് കുറച്ച് ആൻറ്റി ഡാൻഡ്രഫ് ആയിട്ടുള്ള ഓയിൽസിനെ പരിചയപ്പെട്ടാലോ. അപ്പോൾ അതിൽ ഏറ്റവും ഫസ്റ്റ് വണ്ണാണ് ടീ ട്രീ ഓയിൽ. ടീ ട്രീ ഓയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആൻറ്റി മൈക്രോബിയൽ ആൻറ്റി ഫംഗൽ പ്രോപ്പർട്ടീസ് ധാരാളമായിട്ടുള്ള ഒരു ഓയിലാണ്. അതുകൊണ്ട് തന്നെ അതിന് ഡാൻഡ്രഫിൻ്റെ സിംറ്റംസിനെ കുറയ്ക്കാനായിട്ട് പറ്റും. ഈ ടീ ട്രീ ഓയിൽ ഒരിക്കലും ഡയറക്റ്റ് ആയിട്ട് നമ്മൾ സ്കാൽപ്പിൽ യൂസ് ചെയ്യാറില്ല. ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഓയിൽസ് ആയിട്ടുള്ള കോക്കനട്ട് ഓയിലിൽ മിക്സ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ജൊജുബ ഓയിലിൽ മിക്സ് ചെയ്യാം. അങ്ങനെ ഫ്യൂ ഡ്രോപ്സ് ഓഫ് ടീ ട്രീ ഓയിൽ ജൊജുബ ഓയിലോ കോക്കനട്ട് ഓയിലോ മിക്സ് ചെയ്തിട്ട് സ്കാൽപ്പിൽ നല്ലപോലെ മസാജ് ചെയ്യുന്നത് ഡാൻഡ്രഫിനെ കുറയ്ക്കാനായിട്ട് സഹായിക്കും. അടുത്തത് നമ്മുടെ എല്ലാവരും വീട്ടിൽ സ്റ്റോക്കുള്ള കോക്കനട്ട് ഓയിലാണ് കേട്ടോ. കോക്കനട്ട് ഓയിൽ ഡാൻഡ്രഫിനെ കുറയ്ക്കാൻ വളരെയധികം സഹായിക്കുന്ന ലൈറ്റ് വെയിറ്റ് ഓയിലാണ്. അതായത് നമ്മുടെ സ്കാൽപ്പിലെ ഹൈഡ്രേഷനെ കൂട്ടാനായിട്ട്, അതുപോലെ എപ്പോഴും നല്ല മോയ്സ്ചറായിട്ട് സ്കാൽപ്പ് വെക്കാനായിട്ട്, ഡ്രൈനെസ്സിനെ കുറയ്ക്കാനായിട്ട്, അഥവാ എന്തെങ്കിലും തരത്തിലുള്ള ഇൻഫ്ലമേഷൻസോ റെഡ്നെസ്സോ ഒക്കെ ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാനായിട്ട് കോക്കനട്ട് ഓയിലിന് സാധിക്കും. അതുകൊണ്ട് തന്നെ നല്ലൊരു മോയ്സ്ചറൈസർ ആയിട്ട് കോക്കനട്ട് ഓയിൽ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. മൂന്നാമത് നമ്മൾ പറയാൻ പോകുന്നത് അലോവേര ഓയിലിനെ കുറിച്ചാണ് കേട്ടോ. അലോവേര ഓയിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള കറ്റാർ വാഴ കൊണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്തെടുക്കുന്ന ഓയിൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ അലോവേരയുടെ എസെൻഷ്യൽ ഓയിൽ യൂസ് ചെയ്യാം. കറ്റാർ വാഴയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആൻറ്റി മൈക്രോബിയൽ ആൻറ്റി ഫംഗൽ പ്രോപ്പർട്ടീസ് ധാരാളമായിട്ടുള്ള ഒരു ഹെർബാണ് കറ്റാർ വാഴ. അതുകൊണ്ട് തന്നെ ഡാൻഡ്രഫ് ഉള്ളവർ ഈ ഒരു ഓയിൽ യൂസ് ചെയ്യുന്നത് വളരെയധികം നല്ലതാണ്. ഇനിയിപ്പോൾ അലോവേര ഓയിൽ ഇല്ല എന്നുണ്ടെങ്കിൽ അലോവേര ജെല്ല് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യുന്നത് നല്ലതാണ്, അല്ലെങ്കിൽ അലോവേര യൂസ് ചെയ്തിട്ടുള്ള ഹെയർ പാക്കുകളും ഓപ്ഷനായിട്ട് തിരഞ്ഞെടുക്കാം. ഹെർബൽ പാക്കുകളൊക്കെ യൂസ് ചെയ്യുമ്പോൾ അതിലെപ്പോഴും ആര്യവേപ്പ്, ഉലുവ, അതുപോലെ തന്നെ അലോവേരയൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നത് വളരെയധികം നല്ലതായിരിക്കും കേട്ടോ. ഇനി നമുക്ക് കുറച്ച് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ആൻറ്റി ഡാൻഡ്രഫ് ഹെയർ പാക്സിനെ പരിചയപ്പെട്ടാലോ. അതിന് തന്നെ ചെമ്പരത്തിയും തൈരും ഉപയോഗിച്ചിട്ടുള്ള ഒരു ഹെയർ പാക്ക് നോക്കാം. ഒരു കപ്പോളം ചെമ്പരത്തിയുടെ ഇല എടുത്ത് അരക്കിയാണ് അതിലേക്ക് പുളിക്കാത്ത തൈര് ചേർക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് അത് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് ഏകദേശം അരമണിക്കൂർ ഇരുന്ന ശേഷം മുടി നല്ലപോലെ സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള മൈൽഡ് ആയിട്ടുള്ള ഷാമ്പു ഉപയോഗിച്ച് വാഷ് ചെയ്ത് കളയാവുന്നതാണ്. അടുത്തത് ഗ്രീൻ ടീയും പെപ്പർമെൻറ്റ് എസെൻഷ്യൽ ഓയിലും ചേർത്തിട്ടുള്ളൊരു പാക്കാണ്. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു കപ്പോളം ഗ്രീൻ ടീ പ്രിപ്പയർ ചെയ്യണം കേട്ടോ. ആ ഗ്രീൻ ടീയിലേക്ക് കുറച്ച് പെപ്പർമെൻറ്റ് ഓയിലിൻ്റെ ഡ്രോപ്സ് ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഈ ഒരു മിശ്രിതം സ്കാൽപ്പിലും ഹെയറിലും നല്ലപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം 15 മുതൽ 20 മിനിറ്റ് വെയിറ്റ് ചെയ്ത ശേഷം മുടി നല്ല വെള്ളത്തിൽ കഴുകിയെടുക്കാവുന്നതാണ്.
ഏറ്റവും ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ചെമ്പരത്തിയും ഉലുവയും ഉപയോഗിച്ചിട്ടുള്ളൊരു ഹെയർ പാക്കാണ്. സാധാരണ നാട്ടിൻപുറത്ത് എല്ലാവരും ഡാൻഡ്രഫ് വന്നാൽ ഉപയോഗിക്കാറുള്ള ഒരു പാക്ക് തന്നെയാണിത്. അതിന് വേണ്ടിയിട്ട് ഏകദേശം 1 ടേബിൾ സ്പൂണോളം ഉലുവ വെള്ളത്തിൽ തലേ ദിവസം തന്നെ കുതിർത്ത് വെക്കുക. കുതിർത്ത് വെച്ചിട്ടുള്ള ഈ ഒരു ഉലുവ പിറ്റേ ദിവസം നല്ലപോലെ ചെമ്പരത്തിയിൽ ചേർത്ത് അരച്ചെടുക്കുക. ഇതിലേക്ക് പുളിക്കാത്ത തൈര് ചേർത്ത ശേഷം നല്ല സ്മൂത്ത് പേസ്റ്റാക്കി അരച്ചെടുത്ത് സ്കാൽപ്പിൽ നല്ലപോലെ അപ്ലൈ ചെയ്യാവുന്നതാണ്. 15 മുതൽ 20 മിനിറ്റിന് ശേഷം കഴുകി കളയാവുന്നതുമാണ് കേട്ടോ. നെല്ലിക്ക ഉപയോഗിച്ചിട്ടുള്ള ഹെയർ പാക്കും ആൻറ്റി ഡാൻഡ്രഫ് പാക്കുകളിൽ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ്. നെല്ലിക്ക ഉപയോഗിക്കുന്നതുകൊണ്ട് പ്രിമച്വർ ഗ്രേയിങ് ഉണ്ടാവില്ല. അതുപോലെ സ്ട്രെസ്സ് കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. നല്ല കൂളിംഗ് ഏജൻ്റാണ് നെല്ലിക്ക. അപ്പോൾ അതുകൊണ്ട് നെല്ലിക്ക പാക്ക് വളരെയധികം ഇഫക്റ്റീവ് ആയിട്ടുള്ളൊരു പാക്ക് തന്നെയാണ് കേട്ടോ. ആദ്യം അല്പം നെല്ലിക്ക എടുക്കുക. നെല്ലിക്കയും കറിവേപ്പിലയും കൂടി നല്ലപോലെ അരച്ചെടുക്കുക. അതിലേക്ക് 2 ടീസ്പൂണോളം ബ്രഹ്മി പൗഡർ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം സ്മൂത്ത് പേസ്റ്റ് ആക്കി എടുത്ത ശേഷം തലയോട്ടിയിൽ നല്ലപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. 20 മിനിറ്റിന് ശേഷം കഴുകി കളയാവുന്നതാണ് കേട്ടോ. അടുത്തതും നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഷിക്കാക്കായ ഉപയോഗിച്ചിട്ടുള്ള ഒരു ഹെയർ മാസ്ക് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഷിക്കാക്ക പൗഡർ എടുക്കുക. എല്ലാ ആയുർവേദ പച്ചമരുന്ന് കടകളിലും ഷിക്കാക്കായുടെ പൗഡർ വാങ്ങാനായിട്ട് കിട്ടും. അപ്പോൾ അത് വാങ്ങിക്കുക. അത് നാച്ചുറൽ ഷാംപൂ ആയിട്ട് ആക്ട് ചെയ്യുന്ന ഒന്നാണ്. ഷിക്കാക്കായ് റെഗുലറായിട്ട് ഹെയർ മാസ്ക് ആയിട്ട് കഞ്ഞിവെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അങ്ങനെ റെഗുലർ ഉപയോഗിക്കുന്ന ആളുകളുടെ സ്കാൽപ്പ് നല്ല ഹെൽത്തി ആയിരിക്കും. അതുപോലെ ഹെയർ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യും. അടുത്തത് നമ്മുടെ വീട്ടിൽ സാധാരണ മുത്തശ്ശിമാരൊക്കെ ഉണ്ടെങ്കിൽ പ്രിപ്പയർ ചെയ്ത് തരാറുള്ള ഒരു പാക്കാണ്. ഒരുവിധം എല്ലാവർക്കും അറിയുന്ന പാക്കാണ്. ഉലുവയും നാളികേരപ്പാലും ചേർത്തിട്ടുള്ളൊരു പാക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അല്പം ഉലുവ എടുക്കുക. ഉലുവയിൽ ധാരാളമായിട്ട് പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഹെയർ ഫോളിക്കിളിനെ സ്ട്രെങ്തൻ ചെയ്യാനായിട്ട് ഉലുവയ്ക്ക് സാധിക്കും. അപ്പോൾ ഈ ഉലുവ തലേദിവസം നമ്മൾ കുതിർത്താനിട്ട് അതുപോലെ പിറ്റേ ദിവസം രാവിലെ ഉലുവയും നാളികേരപ്പാൽ ചേർത്ത് അരച്ച് നല്ല പേസ്റ്റാക്കി എടുക്കാം. നാളികേരപ്പാൽ എന്ന് പറയുമ്പോൾ നറിഷിംഗ് പ്രോപ്പർട്ടി ധാരാളമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഹെയർ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യാൻ സഹായിക്കുന്ന ഒന്ന് തന്നെയാണ്. ഈ ഒരു മിശ്രിതം സ്കാൽപ്പിലും ഹെയറിലും ഒക്കെ അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. ഏകദേശം 30 മിനിറ്റിന് ശേഷം നല്ല മൈൽഡായിട്ടുള്ള ഷാമ്പു യൂസ് ചെയ്തിട്ടോ താളിപ്പൊടി ഉപയോഗിച്ചിട്ടോ കഴുകിക്കളയാവുന്നതാണ്. അടുത്ത പാക്ക് പണ്ട് മുതലേ ഡാൻഡ്രഫ് എന്ന് പറയുമ്പോൾ എല്ലാവരും മനസ്സിലേക്കും ഓടി വരുന്ന ഒരു പാക്ക് തന്നെയാണ്. പുതിയ പാക്കൊന്നുമല്ല, എല്ലാവരും യൂസ് ചെയ്യാറുള്ള ഒന്ന് തന്നെയാണ്. ആര്യവേപ്പിൻ്റെ ഇലയും തുളസിയും ചേർത്ത് അരച്ച ഒരു പാക്ക്. അതിന് വേണ്ടിയിട്ട് ആദ്യം ആര്യവേപ്പിൻ്റെ ഇലയാണ് വേണ്ടത്. ആര്യവേപ്പിൻ്റെ ഇലയ്ക്ക് ആൻറ്റി ഫംഗൽ പ്രോപ്പർട്ടി ധാരാളമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഡാൻഡ്രഫിനെ കൺട്രോൾ ചെയ്യാൻ വളരെയധികം സഹായിക്കും. സ്കാൽപ്പിൻ്റെ ഹെൽത്തിനെ പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യും. രണ്ടാമത്തെ ഇൻഗ്രീഡിയൻറ്റ് തുളസിയാണ്. തുളസി ഭയങ്കര സൂത്തിങ് എഫക്റ്റ് തരുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ സ്കാൽപ്പിലുള്ള ഇൻഫെക്ഷൻസ്, ഇൻഫ്ലമേഷൻസ്, റെഡ്നെസ് എല്ലാം കുറയ്ക്കാൻ തുളസി സഹായിക്കും കേട്ടോ. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ തുളസിയും അതുപോലെ തന്നെ ആര്യവേപ്പിൻ്റെ ഇലയും നല്ലപോലെ അരച്ച് പേസ്റ്റാക്കി എടുക്കുക. ഈ ഒരു പേസ്റ്റ് നമ്മുടെ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു 10-20 മിനിറ്റ് വെയിറ്റ് ചെയ്ത ശേഷം നല്ല ടാപ്പ് വാട്ടറിൽ റിൻസ് ചെയ്ത് മുടി നല്ല വൃത്തിയായി കഴുകിയെടുക്കാവുന്നതാണ്. ഇനി മൈലാഞ്ചിയുടെ ഇലയും നെല്ലിക്കയും ചേർത്തൊരു പാക്കാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം മൈലാഞ്ചിയുടെ ഇലയാണ് വേണ്ടത്. നല്ല കണ്ടീഷനിങ് എഫക്റ്റ് മുടിക്ക് തരുന്ന ഒന്നാണ് മൈലാഞ്ചിയുടെ ഇല. മുടിയെ നല്ല ഷൈനാക്കി സൂക്ഷിക്കാനും ഗ്രേയിങ് ഒക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റാനും ഒക്കെ സഹായിക്കുന്ന ഒന്നാണ്. ആംലയുടെ ഗുണങ്ങളൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അപ്പോൾ ആംലയും ഈ പറഞ്ഞതുപോലെ മൈലാഞ്ചിയുടെ ഇലയും കൂടെ നമ്മൾ ചേർത്ത് അരച്ചെടുക്കുകയാണ്. ആംല ഫ്രഷായിട്ട് കിട്ടില്ലെങ്കിൽ ആംല പൗഡർ യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. നല്ല തിക്കായിട്ടുള്ള പേസ്റ്റായിട്ട് വേണം പ്രിപ്പയർ ചെയ്തെടുക്കാനായിട്ട്. ഈവനായിട്ട് ഹെയറിലും സ്കാൽപ്പിലും നല്ലപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക, പ്രത്യേകിച്ച് ഹെയറിൻ്റെ റൂട്ടിൽ. അതിനുശേഷം ഏകദേശം 30 മിനിറ്റ് തൊട്ട് 1 മണിക്കൂർ വരെ ലീവ് ചെയ്യാവുന്നതാണ് കേട്ടോ. അത് കഴിഞ്ഞാൽ നല്ല ശുദ്ധമായ വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കി എടുക്കാവുന്നതാണ്. കക്കിരിക്കയുടെ ഒരു പാക്കാണ് കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ കക്കിരിക്ക എടുക്കുക. അതിലേക്ക് കുറച്ച് 2-3 ഡ്രോപ്പ് ലെമൺ ജ്യൂസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് സ്കാൽപ്പിൽ നല്ലപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. 20 മിനിറ്റ് മാക്സിമം വെക്കാൻ പാടുള്ളൂ. അത് കഴിഞ്ഞാൽ നല്ല വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കി എടുക്കണം കേട്ടോ. ഈ ലെമൺ ജ്യൂസൊക്കെ അസിഡിക് പ്രോപ്പർട്ടി ധാരാളമായിട്ടുള്ളതായതുകൊണ്ട് തന്നെ അല്പം ചേർക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരുപാട് ക്വാണ്ടിറ്റി ചേർത്ത് കഴിഞ്ഞാൽ മുടി കൊഴിഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് അല്പം ഡ്രോപ്പുകൾ മാത്രം ചേർത്തിട്ട് സ്കാൽപ്പിൽ നല്ലപോലെ മസാജ് ചെയ്ത് പിടിപ്പിക്കുക. മാക്സിമം 20 മിനിറ്റ് അതിനുള്ളിൽ കഴുകി കളയാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അത് കഴിഞ്ഞാൽ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള അലോവേറ പാക്കിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത് കേട്ടോ. ഫ്രഷ് ആയിട്ടുള്ള കറ്റാർ വാഴയാണ് നമ്മൾ എടുക്കുന്നത്. അത് ഡയറക്റ്റായിട്ട് സ്കാൽപ്പിൽ നല്ലപോലെ തേച്ച് പിടിപ്പിക്കുക. അതിനുശേഷം 1 മണിക്കൂറിന് ശേഷം മൈൽഡായിട്ടുള്ള ഷാമ്പൂ ഉപയോഗിച്ച് ഈ ഒരു കറ്റാർ വാഴയുടെ ആ ഒരു ജ്യൂസിനെ നിങ്ങൾക്ക് കഴുകി കളയാവുന്നതാണ്.
സ്ട്രെസ് റിലേറ്റഡ് ആയിട്ടുള്ള ഡാൻഡ്രഫ് ആണ് ഉള്ളതെങ്കിൽ അതിനെ റിഡ്യൂസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് എസെൻഷ്യൽ ഓയിലുകൾ പരിചയപ്പെട്ടാലോ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ലാവൻഡർ എസെൻഷ്യൽ ഓയിൽ. ലാവൻഡർ ഓയിലിന് വളരെയധികം കാമിംഗ് പ്രോപ്പർട്ടി ആണുള്ളത്. അതുകൊണ്ട് തന്നെ ലാവൻഡർ ഓയിൽ സ്ട്രെസ് റിലേറ്റഡ് ആയിട്ടുള്ള ഡാൻഡ്രഫിന് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. ഇപ്പം ഡയറക്റ്റ് ആയിട്ട് ലാവൻഡർ ഓയിൽ നമ്മൾ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യില്ല. അല്പം ലാവൻഡർ ഓയിൽ കാരിയർ ഓയിലിൽ മിക്സ് ചെയ്തിട്ടാണ് നമ്മളെപ്പോഴും അപ്ലൈ ചെയ്യുക. കാരിയർ ഓയിൽ എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കോക്കനട്ട് ഓയിലോ ജുജുബോ ഓയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ലൈറ്റ് വെയ്റ്റ് ഓയിലോ സെലക്ട് ചെയ്യാവുന്നതാണ്. അതിലേക്ക് ഫ്യൂ ഡ്രോപ്സ് ഓഫ് ലാവൻഡർ ഓയിൽ ചേർത്ത ശേഷം സ്കാൽപ്പ് മസാജ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് സ്ട്രെസ്സിനെ കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഏറ്റവും അധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ് സ്കാൽപ്പ് മസാജ്. റെഗുലറായിട്ട് സ്കാൽപ്പ് മസാജ് ചെയ്യുന്നത് നമ്മുടെ സ്കാൽപ്പിലുള്ള ബ്ലഡ് സർക്കുലേഷനെ ഇംപ്രൂവ് ചെയ്യാനായിട്ട് സഹായിക്കും. നല്ല റിലാക്സേഷൻ കിട്ടും. അതുപോലെ തന്നെ ഫിംഗർ ടിപ്സ് ഉപയോഗിച്ചിട്ടുള്ള ജെന്റൽ മസാജസ് എല്ലാ ദിവസവും അല്പനേരം സ്കാൽപ്പിൽ ചെയ്യുന്നത് മുടി വളരാനും മുടിയിലുണ്ടാവുന്ന പ്രശ്നങ്ങൾ മാറാനും പ്രോപ്പറായിട്ടുള്ള ഓയിൽ പ്രൊഡക്ഷൻ ഉണ്ടാവാനും അതുപോലെ തന്നെ ഡാൻഡ്രഫ് മാറാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. ഇനി ഒരു ആൻറ്റി ഡാൻഡ്രഫ് ഹെയർ കെയർ റൂട്ടീൻ നോക്കിയാലോ. ഡാൻഡ്രഫ് ഉള്ള ആളുകൾക്ക് പ്രോപ്പറായിട്ടൊരു റൂട്ടീൻ വേണം എന്നുള്ളത് നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ ഡാൻഡ്രഫ് പിന്നെയും വരാൻ സാധ്യതയുള്ള ഒന്ന് തന്നെയാണ്. അപ്പോൾ അത് വരാതിരിക്കാനും മുടി നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കാനും നമുക്ക് നല്ലൊരു റൂട്ടീൻ വേണം. എങ്ങനെയാണ് ഒരു റൂട്ടീൻ ഡാൻഡ്രഫ് ഉള്ള ആളുകൾ സെറ്റ് ചെയ്യേണ്ടത്? പ്രോപ്പറായിട്ട് ഒരു നല്ല ഷാമ്പു കണ്ടുപിടിക്കുക എന്നുള്ളത് ആദ്യം ചെയ്യേണ്ട ഒരു കാര്യമാണ് കേട്ടോ. പ്രോപ്പറായിട്ട് ഷാമ്പു ചെയ്യുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മൈൽഡ് ആയിട്ടുള്ള ഹെർബൽ ഷാമ്പൂസ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ആൻറ്റി ഡാൻഡ്രഫ് ഷാമ്പൂസും അവൈലബിൾ ആണ്. അതാണ് ഓപ്റ്റ് ചെയ്യുന്നതെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ്. സ്കാൽപ്പിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള വിയർപ്പ്, ചെളി, പൊടിപടലങ്ങളൊക്കെ പോവാനായിട്ട് മൈൽഡ് ക്ലൻസിങ്ങിനായിട്ട് ഷാമ്പു ഉപയോഗിക്കാവുന്നതാണ്. സ്കാൽപ്പ് മസാജ് നിർബന്ധമായിട്ടും എല്ലാ ദിവസവും 10 മിനിറ്റെങ്കിലും ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇത് ബ്ലഡ് സർക്കുലേഷനെ കൂട്ടാനും ഡാൻഡ്രഫ് കുറയ്ക്കാനും സഹായിക്കും. അടുത്തതായിട്ട് സെലക്ട് ചെയ്യേണ്ടത് പ്രോപ്പറായിട്ടുള്ള ഹെയർ ഓയിലാണ്. ആൻറ്റി ഡാൻഡ്രഫ് ഹെയർ ഓയിലുകൾ, അതല്ലാന്നുണ്ടെങ്കിൽ എസെൻഷ്യൽ ഓയിലുകൾ, ടീ ട്രീ എസെൻഷ്യൽ ഓയിൽ, ലാവൻഡർ എസെൻഷ്യൽ ഓയിൽ, യുക്കാലി എസെൻഷ്യൽ ഓയിൽ പോലെയുള്ള എസെൻഷ്യൽ ഓയിലുകൾ മിക്സ് ചെയ്തിട്ടുള്ള നല്ല ഹെയർ ഓയിൽസ് സെലക്ട് ചെയ്യാം. അല്ലെങ്കിൽ ആൻറ്റി ഡാൻഡ്രഫ് ഹെയർ സീറംസും നല്ല ഒരു ഓപ്ഷനാണ് കേട്ടോ. അപ്പോൾ ഇത്തരത്തിലുള്ള ഓയിൽസ് ഉപയോഗിച്ചിട്ട് സ്കാൽപ്പ് മസാജ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. തലയിൽ ഒരിക്കലും നല്ല ചൂടുള്ള വെള്ളം ഉപയോഗിക്കരുത്. എപ്പോഴും നോർമൽ ആയിട്ടുള്ള ടെമ്പറേച്ചറിലുള്ള വെള്ളം കൊണ്ട് വേണം ഹെയർ വാഷ് ചെയ്യാനായിട്ട്. അതും ആൻറ്റി ഡാൻഡ്രഫ് കെയറിൻ്റെ ഭാഗമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒന്ന് തന്നെയാണ്. ഇനി അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ടത് പ്രോപ്പർ ഹൈഡ്രേഷൻ ആണ് കേട്ടോ. എല്ലാ ദിവസവും കൃത്യമായിട്ട് വെള്ളം കുടിക്കേണ്ടെന്നുള്ള കാര്യം ഉറപ്പുവരുത്താം. സ്കിന്നിൻ്റെ ആണെങ്കിലും ഹെയറിൻ്റെ ആണെങ്കിലും പ്രോപ്പർ ഹെൽത്തിന് പ്രോപ്പർ ഹൈഡ്രേഷൻ വളരെ അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ്. പ്രോപ്പർ ഹൈഡ്രേഷൻ ഉള്ള ആളുകളുടെ സ്കിന്ന് ഡ്രൈനെസ് കുറഞ്ഞിരിക്കും. അതുപോലെ ഫ്ലേക്കിംഗ് വളരെയധികം കുറവായിരിക്കും. ഇനി പ്രധാനപ്പെട്ട ഒന്ന് ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റ് കഴിക്കുക എന്നുള്ളത് തന്നെയാണ്. നല്ല വൈറ്റമിൻസ് ഒക്കെ നിറയെയുള്ള, എസ്പെഷ്യലി വൈറ്റമിൻ ബി ധാരാളമായിട്ടുള്ള, നിറയെ മിനറൽസ് ഉള്ള, അതായത് സിങ്ക് പോലെയുള്ള മിനറൽസ് ധാരാളമായിട്ടുള്ള ആഹാര പദാർത്ഥങ്ങൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുന്നത് സ്കാൽപ്പ് ഹെൽത്തിനെ തീർച്ചയായിട്ടും പ്രൊമോട്ട് ചെയ്യുന്ന ഒന്നാണ്. നട്ട്സ്, സീഡ്സ്, ഗ്രെയിൻസ്, ലെഗ്യൂംസ് ഇതെല്ലാം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. അടുത്തത് ഇൻഫ്ലമേഷൻ കോസ് ചെയ്യുന്ന ഭക്ഷണങ്ങളെ റെസ്ട്രിക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് പ്രോസസ്ഡ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുക, എക്സസ് ആയിട്ടുള്ള ഷുഗറുള്ള ഭക്ഷണങ്ങൾ, ഷുഗറി ട്രീറ്റ്സ് ഒക്കെ ഒഴിവാക്കുന്നത് നല്ലതാണ് കേട്ടോ. അതുപോലെ റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റ്സ് അടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ ഒഴിവാക്കുന്നതും ഡാൻഡ്രഫ് ഉള്ള ആളുകൾക്ക് നല്ലതായിരിക്കും. സാധാരണയായിട്ട് ഡാൻഡ്രഫ് വന്നിട്ടുള്ള ആളുകൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ ഇഷ്യൂ എന്ന് പറയുന്നത് ഹെയർ ഫോൾ തന്നെയാണ്. അവർ വളരെയധികം കോൺഷ്യസ് ആവുന്നു, അവരുടെ കോൺഫിഡൻസിനെ തകർക്കുന്നു, അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും വരാറുണ്ട്. ഡാൻഡ്രഫ് ഉള്ള ആളുകൾക്ക് നെറ്റിയിലേക്കൊക്കെ ഡാൻഡ്രഫിൻ്റെ ആ ഒരു ഇഫക്റ്റ് ഇറങ്ങി നെറ്റിയിലുള്ള സ്കിന്ന് ഫ്ലേക്കി ആയിട്ട് പൊടിഞ്ഞു പോകുന്നതും കാണാറുണ്ട്. ഇനി ആയുർപത്മയുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഡാൻഡ്രഫ് പാക്ക് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഡാൻഡ്രഫ് ഉള്ള ആളുകൾ അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ഡാൻഡ്രഫിൻ്റെ ഇഷ്യൂസ് നേരിട്ട് കൊണ്ടിരിക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ ആദ്യം തന്നെ നമ്മുടെ മെഡിക്കൽ ഷോപ്പിൽ നിന്നും ത്രിബല ചൂർണം എന്ന് പറയുന്ന ചൂർണം വാങ്ങാൻ കിട്ടും. അതിൽ നിന്നും 1/2 ടീസ്പൂണോളം ചൂർണം എടുത്ത് നമ്മൾ ചായയൊക്കെ സാധാ തിളപ്പിക്കില്ലേ, അതുപോലെ അല്പം വെള്ളം എടുക്കുക. ആ വെള്ളത്തിലേക്ക് 1/2 ടീസ്പൂണോളം ചൂർണം ആഡ് ചെയ്ത് കൊടുക്കുക. അത് നല്ലപോലെ തിളപ്പിക്കുക. അങ്ങനെ തിളപ്പിച്ച് ആ വെള്ളം നല്ലപോലെ ഒരു കോട്ടൺ ക്ലോത്ത് യൂസ് ചെയ്ത് ഫിൽറ്റർ ചെയ്തെടുക്കുക. ചൂടാറിയ ശേഷം ഈ വെള്ളം ഉപയോഗിച്ച് 2 നേരം തലമുടി വാഷ് ചെയ്യുന്നത് തലയിലുള്ള റെഡ്നസ്, ഇൻഫ്ലമേഷൻസ്, അതുപോലെ ഡാൻഡ്രഫ് കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും.
അഥവാ ഡാൻഡ്രഫ് കൊണ്ടുള്ള പിമ്പിൾസ് നിങ്ങളുടെ ഫേസിൽ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വാട്ടർ ഫേസ് വാഷ് ചെയ്യാനും യൂസ് ചെയ്യാവുന്നതാണ്. അടുത്തത് ഒരു ഹെയർ പാക്ക് പറഞ്ഞുതരാം കേട്ടോ. ഡാൻഡ്രഫുമായിട്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പാക്കാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഏലാദി ചൂർണം, നിംപാതി ചൂർണം, നാൽപ്പാമരാതി ചൂർണം, ഈ 3 ചൂർണങ്ങളും നമുക്ക് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങാൻ കിട്ടും കേട്ടോ, ആയുർവേദിക് മെഡിക്കൽ ഷോപ്സിൽ നിന്ന്. അപ്പോൾ ഈ 3 ചൂർണവും കൂടി മിക്സ് ചെയ്ത് വെക്കുക. എന്നിട്ട് വൺസ് ഇൻ എ വീക്ക് ഇത് പുളിക്കാത്ത തൈരിൽ മിക്സ് ചെയ്ത് ഒരു പാക്കായിട്ട് ഹെയറിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് എത്ര ബുദ്ധിമുട്ടുള്ള ഡാൻഡ്രഫ് ആണെങ്കിൽ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യുന്നതോടുകൂടി റെഡ്യൂസ് ആയി കിട്ടും. അതേപോലെ മുഖത്തെ സ്കിൻ ഫ്ലേക്കി ആവുന്നുണ്ടെങ്കിൽ, അതുപോലെ ഡാൻഡ്രഫ് പിമ്പിൾസ് ഉണ്ടെങ്കിൽ ഈ പാക്ക് ഫേസിലും അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. അങ്ങനെ എല്ലാ ആഴ്ചയിലും അപ്ലൈ ചെയ്യുക. ഡാൻഡ്രഫ് കംപ്ലീറ്റ്ലി മാറുന്നത് വരയ്ക്കും ഇത് അപ്ലൈ ചെയ്യുന്നത് നല്ലതാണ്. ഇനി ഏലാദി ചൂർണവും ലോദ്രാദി ചൂർണവും തൈരിൽ മിക്സ് ചെയ്തിട്ടും നിങ്ങൾക്ക് ഡാൻഡ്രഫിൻ്റെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഹെയറിലും, അതുപോലെ ഫ്ലേക്കി സ്കിൻ ആവുന്നുണ്ട്, പിമ്പിൾസ് ഡാൻഡ്രഫ് റിലേറ്റഡ് പിമ്പിൾസ് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഫേസിലും അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. ഒത്തിരി ഓയിലി സ്കിന്നാണെന്നുണ്ടെങ്കിൽ തൈരിന് പകരം മോര് ഉപയോഗിക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. പിമ്പിൾസ് എന്ന് പറയുമ്പോൾ എടുത്തു പറയേണ്ട കാര്യമാണ്, ഞാനിപ്പോൾ പറഞ്ഞ റെമഡി ഡാൻഡ്രഫുമായിട്ട് റിലേറ്റ് ചെയ്ത പിമ്പിൾസിൽ മാത്രമേ വർക്കൗട്ട് ആവുള്ളൂ. വേറെ പിമ്പിൾസിന് ഇതുകൊണ്ട് മാറണമെന്നില്ല. സാധാരണ എൻക്വയറി വരാറുള്ള ഒരു കാര്യമാണ് ആയുർപത്മയുടെ ആൻറ്റി ഡാൻഡ്രഫ് പ്രോഡക്റ്റ് ഏതൊക്കെയാണ്. അപ്പോൾ എൻക്വയറി ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു പ്രോഡക്റ്റുകളുടെ ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നത്. ആയുർപത്മയുടെ ആൻറ്റി ഡാൻഡ്രഫ് ഷാമ്പൂ ഉണ്ട്, ആൻറ്റി ഡാൻഡ്രഫ് ഓയിലുണ്ട്, ആൻറ്റി ഡാൻഡ്രഫ് സിറം ഉണ്ട്, അതുപോലെ തന്നെ ആൻറ്റി ഡാൻഡ്രഫ് ഹെയർ മാസ്കുകളും അവൈലബിൾ ആണ്. ആയുർപത്മ പ്രോഡക്റ്റുകൾ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് കമൻ്റായിട്ട് ലിങ്ക് പിൻ ചെയ്തിട്ടുണ്ട്. ആ ലിങ്കിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രോഡക്റ്റുകളെ വിസിറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. ലിങ്ക് ത്രൂ ഓർഡർ ചെയ്യാവുന്നതുമാണ്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ശുഭദിനം നേരുന്നു. നന്ദി, നമസ്കാരം.